Good morning, sir. Yes, Sarita, good morning. Abhijit, baby, good morning. Arya, good morning. Okay, let us start. Arya, Sir? let us start. Yes. ഇതുപോലെ ക്യാമറക്ക് വല്ല കുഴപ്പം പോലെ തോന്നുന്നുണ്ട്. No problem. Yes, let us start. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള ഇഫ് ക്ലോസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ഇഫ് ക്ലോസുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സൂചിപ്പിച്ചു ആ ഇഫ് ക്ലോസ് വരുമ്പോൾ മെയിൻ ക്ലോസിലും സബോർഡിനേറ്റ് ക്ലോസിലും ഉപയോഗിക്കുന്ന ടെൻസുകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ വെച്ച് ടെൻസ് ഉപയോഗിക്കാവൂ എന്ന് നമ്മൾ പറഞ്ഞു. അതിന് നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള വാചകമാണ് ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. അപ്പൊ ഇഫ് യു വർക്ക് എന്ന് പറയുമ്പോൾ കണ്ടീഷണൽ ക്ലോസിൽ വരുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അപ്പോ മെയിൻ ക്ലോസിൽ വിൽ വെച്ചു വന്നു. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞു ഇഫ് യു വർക്ക് എന്നുള്ളതിന് പകരം ഇഫ് യു വർക്ക് എന്നാണ് WORK. അപ്പോ അപ്പുറത്തുനിന്ന് വരും യു വിൽ പാസ് എന്ന് പറയില്ല, യു വുഡ് പാസ് എന്ന് പറയും. അപ്പൊ വിൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഞാൻ പറഞ്ഞു വിൽ എന്നുള്ളതിന് പകരം ക്യാൻ ഉപയോഗിക്കാം, ഷാൽ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം. വുഡ് എന്നുള്ളതിന് പകരം കുഡ് വരാം, ഷുഡ് വരാം, മൈറ്റ് വരാം. ഇത്രയും കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞപ്പോൾ ഞാനൊരു സാഹചര്യം കൂടി പറഞ്ഞു. 10ാം ക്ലാസ്സിലേക്ക് പാസ്സാകുമ്പോൾ 10ാം ക്ലാസ്സിലോട്ട് ആകുമ്പോൾ കുട്ടികളോട് നമ്മൾ പറയുന്നതാണ് ഇഫ് യു വർക്ക് യു വിൽ പാസ്. നന്നായിട്ട് ശ്രമിച്ചാൽ നീ പാസ്സാവും. 10ല് റിസൾട്ട് വന്നതിന് ശേഷം പറയുമ്പോഴാണ്, പരാജയപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ് നീ പഠിച്ചതെങ്കിൽ പാസ്സായത്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇനി അവിടെയും കഴിഞ്ഞു. ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോൾ വേറെ ആരെങ്കിലോടൊക്കെ നമ്മൾ നമ്മുടെ മകനെ കുറിച്ച്, മകനെ പരാജയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ, കുറച്ച് നാളുകൾക്ക് ശേഷം സംസാരിക്കുമ്പോൾ നമ്മൾ പറയും അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നത്.
അതാണ് അങ്ങനെ പറയും. അവൻ പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ എന്ന് വരുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇതും കൂടിയാണ് അതിനകത്ത് ബാലൻസ് ഉള്ളത്. അപ്പൊ മൂന്ന് രീതിയിലാണ്. പഠിക്കുകയാണെങ്കിൽ പാസ്സാവും, പഠിച്ചിരുന്നെങ്കിൽ പാസ്സായേനെ, പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സായിട്ടുണ്ടായിരുന്നേനെ എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ഇതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാചകം പറയുന്നു. ആ വാചകം ഇതാണ്. ഇതിക്കോളും if you had worked, WORKED, had worked. Okay, under dash അവിടെ നോക്കട്ടെ. If you had worked, ഇവിടുത്തെ വാചകം ഏതാണ്? If you had worked. അപ്പോ ഞാനിവിടെ രഞ്ജിമിനോട് ചോദിക്കുകയാണ്, if you had worked എന്ന് പറയുമ്പോൾ ടെൻസ് ഏതാന്ന് പറയാമോ? രഞ്ജിമനവാസ്, if you had worked എന്ന് പറയുമ്പോൾ നജിമ, yes, Jasna Jesse, Jasna, yes sir. Jasna, if you had worked എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ആ 9 ടെൻസുകളിൽ ഏതുപോലെ വരും? Present continuous sir. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, പിന്നെ ഓക്കെ സനില ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് വർബ് ഈറ്റ് അല്ലേ പ്രസന്റ് കണ്ടിന്യൂസ്. ഇഫ് യു ഹാഡ് വർക്ക് പാസ്റ്റ് പെർഫെക്റ്റ്. ആ ശരി, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ 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 ഓക്കെ, പാസ്റ്റ് പെർഫെക്റ്റ്. ഇഫ് യു ഹാഡ് വർക്ക്, നീ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇഫ് യു ഹാഡ് വർക്ക്, നീ അധ്വാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് എങ്ങനെ ജസ്നക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ജസ്ന ചിന്തിച്ചു സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നു കഴിഞ്ഞാല് അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ പാസ്റ്റ് പെർഫെക്റ്റ് മനസ്സിലായത്. ഓക്കെ, ആൻസർ ഇസ് റൈറ്റ്, കറക്റ്റ് ആണ്. ഓക്കെ സരിന, യുവർ കാൽക്കുലേഷൻ ഇസ് ആൾസോ കറക്റ്റ്. യെസ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നോക്കിയത് തന്നിരിക്കുന്ന കണ്ടീഷണൽ സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ എന്ത് മാറ്റം വരും, സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ എന്ത് മാറ്റം വരും. ഇപ്പൊ ഇവിടെ മൂന്നാമത് വന്നിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അപ്പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ക്ലോസിൽ ഏത് ടെൻസ് ഉപയോഗിക്കണം, ഇതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള അറിവിന്റെയും നിങ്ങൾക്ക് ഇതുവരെയുള്ള ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അവിടെ വരിക? സനില, എന്തായിരിക്കും അവിടെ വരാൻ സാധ്യത? ഏത് ടെൻസിൽ വരുന്ന അപ്പുറത്ത്? അറിയില്ല സാർ. യെസ്, എന്തായാലും വെറുതെ പറഞ്ഞു നോക്ക്, തെറ്റിക്കോട്ടെ. തെറ്റിയാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ, പിന്നെ എന്തോ പ്രശ്നം? ധൈര്യമായിട്ട് പറഞ്ഞു നോക്കിയോ. ആർക്ക് വേണമെങ്കിലും പറയാം, തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പറയാം. യെസ്, നമ്മൾ പഠിച്ച ടെൻസുകളിൽ ഏത് വരും എന്നുള്ളതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു, നമ്മളതൊന്ന് പഠിച്ചു വെക്കുക. ഇവിടെ വരേണ്ടത് ഇപ്പത്തെ പാസ്റ്റ് പെർഫെക്റ്റിലാണ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അങ്ങനെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ അപ്പുറത്ത് വരേണ്ടത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് ആലോചിക്കണം. ആ സ്ട്രക്ചർ എന്താണ്? സബ്ജക്ട് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് വെർബ്, ആ വെർബിന്റെ
V3 over past participle. അതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അവിടെയും ചെറിയൊരു വ്യത്യാസമുണ്ട് അത് ഉപയോഗിക്കുമ്പോൾ. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണം. കണ്ടീഷണൽ ഫോം ഉപയോഗിക്കണം. അപ്പൊ അതിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കുമ്പോൾ എന്ത് വരും? വില്ല് ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കണം? ഔട്ട് ഉപയോഗിക്കണം. ഷാൽ ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കണം? ഷുഡ് ഉപയോഗിക്കണം. ക്യാൻ ഉപയോഗിക്കരുത്, പകരം എന്ത് ഉപയോഗിക്കണം? വുഡ് ഉപയോഗിക്കണം. മേ ഉപയോഗിക്കരുത്. ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടി കണ്ടുപിടിക്കും. ഞാൻ പറയാം, സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. യെസ്. അപ്പൊ ഷാൽ ഉപയോഗിക്കരുത്, ഷുഡ് ഉപയോഗിക്കണം. മേ ഉപയോഗിക്കരുത്, മൈറ്റ് ഉപയോഗിക്കണം. അപ്പൊ ഇപ്പുറത്ത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് വരുമ്പോൾ എന്തായിട്ട് വേണം? ഫ്യൂച്ചർ പെർഫെക്റ്റിലോട്ട് എഴുതും. എങ്കില് അത് ഓക്കെ സനില, അതാണ് ഈ ഫ്യൂച്ചർ പെർഫെക്റ്റിലേക്ക് വരുന്നത്. എങ്കിലേ അത് കറക്റ്റ് ആവും, സെന്റൻസ് കറക്റ്റ് ആവും. ആ ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കേണ്ടി വേണം. ഇപ്പൊ വുഡ്, ഷുഡ്, കുഡ് ഇതൊക്കെ ഉപയോഗിക്കണം. അപ്പൊ ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പൂരിപ്പിക്കാം. ഇഫ് യു ഹാഡ് വർക്ക്ഡ്, നീ കഠിനമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, യു വുഡ് ഹാവ് പാസ്ഡ്. എന്താ വുഡ് ഹാവ് പാസ്ഡ്? PASSED ആണ്. അങ്ങനെ ഹാവ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫോം അവരുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ യു വുഡ് ഹാവ് പാസ്ഡ്, ഇതാണ് എന്റെ കറക്റ്റ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഒരു ഗുളിക നമ്മൾ കരുതി വെക്കുന്ന പോലെ ക്യാപ്സൂൾ ആയിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്ഡ്. ഇതൊരു ടാബ്ലറ്റ് പോലെ നമ്മൾ ശരിയാക്കി വെക്കുക, നമ്മൾ മനസ്സിലാക്കും. അതനുസരിച്ച് നമുക്ക് ആ ടെൻസ് വരുന്നതനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. If you worked hard, you would pass. If you had worked, you would have passed. അപ്പൊ നമുക്ക് മനസ്സിലായി, സിമ്പിൾ പ്രസന്റ് ആകുമ്പോൾ അപ്പുറത്ത് ഫ്യൂച്ചർ വന്നു, സിമ്പിൾ പാസ്റ്റ് ആകുമ്പോൾ അപ്പുറത്ത് കണ്ടീഷണൽ ഫോം വന്നു, പാസ്റ്റ് പെർഫെക്റ്റ് ആയപ്പോ അപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷണൽ ഫോം. ഓക്കെ സരിയല്ല, യു ഗോട്ട് ദ പോയിന്റ്? ഇനി അതൊന്ന് പറഞ്ഞു. ഇഫ് യു വർക്ക് ഹാർഡ് നിങ്ങൾ പറഞ്ഞു. If you had worked, you would have passed. ആദ്യം മുതല്. If you work hard, you will pass the examination. Okay. If you worked hard, you would pass the examination. Correct. If you had worked, you would have passed the examination. You would have passed the examination. Okay. It's very simple. ഈ ഒരു ക്യാപ്ഷൻ എപ്പോഴും നിങ്ങൾ മറന്നു പോകാതിരിക്കുക. രണ്ട് സെന്റൻസ് അല്ലെങ്കിൽ വലിയൊരു സെന്റൻസ് ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ നിയമം അവിടെ പാലിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ അതിന് നോക്കുക. ഒരുപക്ഷെ നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടാവാൻ സാധ്യതയുള്ളതാണ്. 8, 9, 10 പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ നിയമം അറിയാം. ഇത് ഇന്നതാണെന്ന് പറയൂല. അതല്ലാതെ ഒരുപക്ഷെ ഒരു സെന്റൻസ് പോലെ ഡാഷ് ഇട്ട സ്ഥലത്ത് നമ്മൾ പൂരിപ്പിക്കുമ്പോൾ നമ്മൾ നോക്കണം ഇപ്പുറത്ത് ഉപയോഗിച്ചിട്ട് ടെൻസ് ഏതാണ്, അതനുസരിച്ച് ഇപ്പുറത്ത് വരാമോ. ഏതാണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചില പകുതി പറഞ്ഞ ടീച്ചർമാരുണ്ട്. യെസ്, ഇപ്പൊ ഇപ്പുറത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രസന്റ് ആണ്, അപ്പൊ അപ്പുറത്ത് വില്ല് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷാൽ പറഞ്ഞു, അപ്പൊ അവര് പകുതി കറക്റ്റ് ആണ്, പകുതി പറഞ്ഞില്ല എന്ന് പറയും. യെസ്, അപ്പൊ അതാണ് എന്റെ പ്രത്യേകത. ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ഇഫ് യു വർക്ക് ഹാർഡ് യു വുഡ് പാസ്. ഇഫ് യു ഹാഡ് വർക്ക്ഡ് യു വുഡ് ഹാവ് പാസ്. ഓക്കെ, ഞാൻ ഈ രീതിയിൽ വരുന്ന 1-2 വാചകങ്ങൾ പറയുകയാണ്. നിങ്ങൾ അതിന്റെ ബാലൻസ് ഒന്ന് ഫില്ല് ചെയ്യണം. യെസ്, if you had come to my home, if you had come to my home dash. If you had come to my home dash. If you had come to my home dash. Okay, പൂരിപ്പിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പൂരിപ്പിച്ചു. അപ്പുറത്ത്
would എന്നും have എന്നും പിന്നെ വെൽവെറ്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഇത് കാര്യം ശ്രദ്ധിച്ചാൽ മതി. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ. If you had come to my home. If you had come to my home. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം. അപ്പൊ സനില if you had come to my home, I would have given the book. Correct ആണ് സനില? Very good, very good, very good. Correct sentence. Okay, Farsana is also very correct. You would have seen my sister. നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീ എന്റെ സഹോദരി കണ്ടിട്ടുണ്ടായിരുന്നു. Yes. Correct, correct. നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഫില്ല് ചെയ്തോളൂ. ഒരെണ്ണം എഴുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഒരെണ്ണം എഴുതാനുള്ള അവസരം കിട്ടാം, അത് പേടിക്കണ്ട. അപ്പോഴൊന്നും വായിക്കുന്നവരൊക്കെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് രസകരമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ആലോചനകൾ വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ എഴുതാം. യെസ്. ആര്യ, ദർശന, സഫീറ എഴുതി നോക്കൂ, എത്തിക്കോട്ടെ. If you had come to my home, നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. My mom would have cooked biryani for you. Very good, very good. Correct ആണ് അവസാനം പറഞ്ഞത്. നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി എന്റെ അമ്മ ബിരിയാണി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നേനെ. യെസ്. Okay, okay, very good, very good, Safira. I would have helped you. നീ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല. നീ വന്നില്ല, ഞാൻ സഹായിച്ചില്ല. കറക്റ്റ്, കറക്റ്റ്, കറക്റ്റ് ആണ്. യെസ്, കറക്റ്റ്. ഓക്കെ, ഇനി ആർക്കെങ്കിലും? യെസ്, ആരുമില്ല. അപ്പൊ അടുത്തതിന് നിങ്ങൾ ചെയ്യുന്നുള്ള പ്രതീക്ഷ ഞാൻ അടുത്ത വേറൊരു വാചകം പറയുന്നത്. If you had met him, meet എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് met. If you had met him, if you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ. If you had met him, എന്നിട്ട് ഡാഷ് പൂരിപ്പിച്ചോളൂ. നിങ്ങൾക്കറിയാവുന്ന പോലെ അപ്പുറത്തെ കാര്യം ശ്രദ്ധിക്കണം. വുഡ് ഹാവോ, കുഡ് ഹാവോ, ഷുഡ് ഹാവോ അത് വന്നിരിക്കണം. അത് കാര്യം എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. കാര്യം ഇപ്പുറത്ത് ഹാഡ് ഉണ്ട്, അപ്പുറത്ത് ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ കണ്ടീഷൻ നോക്കുക. If you had met him, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ.
ഒന്നുകൂടി ഞാൻ വായിച്ചില്ല, ഒന്നുകൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് ഒന്നുകൂടി ഇട്ടത്. സഫീറ അല്ലേ? സഫീറ, അതിന്റെ രണ്ട് മിസ്റ്റേക്ക് വേണ്ടി ഹാവ് ചേർക്കാൻ വിട്ടുപോയി, പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വിട്ടുപോയി. ഓക്കെ സനില കറക്റ്റ് ആണ്. ഇഫ് യു ഹാഡ് മെറ്റ് ഹിം ഹി വുഡ് ഹാവ് ടോക്ക് ടു യു. അവനെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ നിന്നോട് സംസാരിച്ചത് കറക്റ്റ് ആണ്. ധൃതി കൂടിയപ്പോഴാണ് സനില അത് വിട്ടുപോയി എന്നുള്ളത്. ഹാവ് വിട്ടുപോയി, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കില്ല. യെസ്, മറ്റാർക്കെങ്കിലും ഇഫ് യു ഹാഡ് മെറ്റ് ഹിം, അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, ഇഫ് യു ഹാഡ് മെറ്റ് ഹിം, നീ അവനെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ. ഓക്കെ കറക്റ്റ് ആണ്. പ്രശ്നമല്ല, എല്ലാവർക്കും ഒരു വാക്കുകൂടി ശ്രദ്ധിച്ചാൽ ഹാവ് കഴിഞ്ഞതിന് ശേഷം ഗർഭിന് മൂന്നാമത്തെ ഫോം ഉപയോഗിക്കട്ടെ. ഓക്കെ സഫീറ ഇപ്പൊ കറക്റ്റ്. ഓക്കെ 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 ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. ഓക്കെ ഇപ്പൊ കറക്റ്റ്. ഓക്കെ 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 കറക്റ്റ് ആണ്. ഫർസാന കറക്റ്റ്. ഓക്കെ യെസ്. ഇനി ആർക്കെങ്കിലും? ആര്യനൊന്നും കാണാനില്ലല്ലോ. ആര്യ, ദർശന, യെസ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് സബോർഡിനേറ്റ് ക്ലോസ് ഞാൻ പറയുകയും മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്യും. ഞാനത് മാറ്റി പറയുന്നത്, ഈ മെയിൻ ക്ലോസ് ഞാൻ പറയുകയും സബോർഡിനേറ്റ് ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്യുന്ന രീതിയിൽ വരാം. അപ്പൊ അടുത്ത വാചകം ഇതാണ്. ആദ്യം ഒരു ഡാഷ്, 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 ലാസ്റ്റ് ആണ് ഐ വുഡ് ഹാവ്, I would have met, met him. I would have met him. Okay. അപ്പൊ ആദ്യത്തെ നിങ്ങൾ ഇഫ് വെച്ച് വരുന്ന കുരുക്കിന്. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഹാഡ് വേണം, പിന്നെ വെർബിന്റെ ഫസ്റ്റ് പാർട്ടിസിപ്പിൾ വേണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ നോക്കിയേ, ഐ വുഡ് ഹാവ് മെറ്റ് ഹിം, ഞാൻ അവനെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നേനെ. യെസ്. അപ്പൊ അപ്പുറത്ത് നിങ്ങൾ ഇഷ്ടമുള്ള കുറിപ്പിക്കുക, നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് കുറിപ്പിക്കുക. ഓക്കെ ശരിയാണ്. ഓക്കെ ഓക്കെ ഇഫ് ഐ ഹാഡ് ഗോൺ ദയർ കറക്റ്റ് ആണ്. യെസ് സനീക കറക്റ്റ് ആണ്. ഇഫ് ഐ ഹാഡ് കം ഏർലി, ഞാൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവനെ കണ്ടുമുട്ടിയത്. ഓക്കെ ഓക്കെ കറക്റ്റ് ആണ്. യെസ്, ഇനി ആർക്കെങ്കിലും? If I had called before. Okay, okay, okay. Safira correct.
ആ ബിഫോർ എന്നുള്ളത് മാറ്റിയിട്ട് നല്ലൊരു വാക്ക് ഏർലിയർ, ഏർലി നേരത്തെ എന്നാണ്. അപ്പൊ കറക്റ്റ് ആയിരുന്നു. ബിഫോറിനേക്കാൾ നല്ലൊരു ഏർലിയർ, സെയിം മീനിങ് ആണ് ഏർലിയർ, നേരത്തെ എന്നുള്ളത്. ആ ഓക്കെ സഫീറ. മറ്റേ ബിഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ട് മുമ്പില്ലേ, ഇത് നേരത്തെ എന്നുള്ള അർത്ഥമാണ്. ഏളി, നേരത്തെ പുറപ്പെടുകയാണെങ്കിൽ നേരത്തെ എത്തും. യെസ്, ഓക്കെ. അടുത്തത് ഞാൻ പറയുന്നത് യു വുഡ്, ആദ്യം ഡാഷ്, ഡാഷ് അതിന് ശേഷം ഓക്കെ സരീന കറക്റ്റ് ആണ്. ഈ ഹി ഹാഡ് മേഡ് ദ, ശരിയാണ്, കറക്റ്റ്. ആദ്യം ഡാഷ്, ഡാഷിന് ശേഷം യു വുഡ് ഹാവ്, യു വുഡ് ഹാവ് reached there, teaching Ari, there, early, EARLY. You would have reached there early. Padan dash, അതിന് ശേഷം you would have reached there early. നീ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നേനെ. ഇപ്പുറത്തെ ഇപ്പൊ വെച്ച് മറക്കരുത്. ഇപ്പൊ വെച്ച് എഴുതുമ്പോൾ അപ്പുറത്ത് വുഡ് ഹാവ് ഉള്ളത് കൊണ്ട് ഇപ്പുറത്തത് വേണം ഹാഡ് വെർബിന്റെ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ ഫർസന, ചെറിയൊരു പ്രോബ്ലം അതിനകത്തുണ്ട്. ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം തന്നെയാണ്. സഫീറ കറക്റ്റ് ആണ്. കം, കെയിം, കം ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം എന്നാണ്. ഓക്കെ ഫർസന കറക്റ്റ്. നീ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. If you had woke up early, oh very good Sanila. If you had woke up early, yes. If the flight had departed early, okay, Prasara correct, correct. Plane നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നുവെങ്കിൽ, okay, correct. Yes, അപ്പൊ ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. യെസ്, ചോദ്യം ഇതാണ്. If you had taken books, BOOKS, books dash. If you had taken books, പിന്നെ dash. If you had taken books, okay, you would have read it. Correct ആണ്.
Yes, we would have gone to library. Okay, okay. Correct answer, Farsana. Yes, you would have studied early. Okay, Safira, correct. You would have understood all. Okay, Safira, correct. Okay, very good, very good. Okay, okay, okay. അപ്പോൾ ഇതൊക്കെ പിടിയില്ലല്ലോ. അപ്പൊ അത് മറക്കാതിരിക്കുക. ഈ ക്യാപ്സ്യൂൾ പോലെ if you work hard you will pass, if you work hard you would pass, if you had worked you would have passed. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് okay, you should have prepared the assignment. Okay, Sanila, correct. Okay, correct. Yes. Arya Vedogopal, Arya. കേൾക്കുന്നുണ്ടായില്ലേ പറയണത്? ഇടയ്ക്ക് റേഞ്ച് പോകുന്നുണ്ട് അതാ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ അതൊന്ന് ഓർത്തേക്ക്. ഞാൻ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ആര്യനോട് വിളിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റിലേറ്റീവ് പ്രോബ്ലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ആര്യ, ഒരു വാചകം ഞാൻ മലയാളത്തിൽ പറയുന്നു, അതൊന്ന് ഇംഗ്ലീഷിലോട്ട് അയക്കാൻ പറ്റുമോ നോക്കാം. ഓരോരുത്തരും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. എന്റെ മകൻ, എന്റെ ഭർത്താവ് ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്ന പച്ചക്കറി, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. ഭർത്താവ് എന്നുള്ളതിന് ഹസ്ബൻഡ്, പച്ചക്കറി എന്നുള്ളതിന് വെജിറ്റബിൾസ്, മോശം എന്നുള്ളതിന് ബാഡ് എന്ന് ഉപയോഗിച്ചു. കുഴപ്പമില്ല, എല്ലാ വാക്കിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. സെന്റൻസ് ഇതാണ് വേണ്ടത്. എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. ഒന്ന് പറഞ്ഞു നോക്കി. എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറികൾ മോശമായിരുന്നു. നമുക്ക് പിറ്റേ ദിവസം ആരോടെങ്കിലും പറയാം, ഇപ്പൊ നമുക്ക് മോശമാണെന്നല്ല പറയാം, നമുക്ക് നല്ലതാണെന്ന് പറയാനായി വിചാരിക്കും. അപ്പൊ ഗുഡ് എന്ന് പറഞ്ഞാൽ മതി, ബാഡ് എന്നുള്ളതിനെ പോലെ ഗുഡ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് നമ്മൾ പറയേണ്ടി വരികയാണെങ്കിൽ എങ്ങനെ പറയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാനിപ്പോ ചോദിച്ചെന്നുള്ളൂ. ഓക്കെ, ആര്യ ആലോചിച്ചോളൂ. സനില എന്ന് എങ്ങനെ പറയാൻ പറ്റുന്നത്? എന്റെ ഭർത്താവ് ഇന്നലെ കൊണ്ടുവന്ന പച്ചക്കറി, കൊണ്ടുവരിക The vegetables brought by my husband yesterday was bad. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ സംഗതിയാണ് നമ്മൾ അടുത്ത വർഷം. ഇത് ഒരു സംഗതി, ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഒരു ശരീരം അയച്ചത് 90% ഒക്കെ, ഒരു 10% പോയിട്ട് 10 പോയിട്ടില്ല, 5%. ആ സംഗതിയാണ്, അതെല്ലാവരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക്. ആ സംഗതിയാണ്. യെസ് സഫീറ, ഇതിനകത്തുണ്ട് ചെറിയ മിസ്റ്റേക്ക്. സനിലക്ക് പറ്റിയ ഒരു ചെറിയൊരു കയ്യെഴുത്ത്, അതിൻ്റെ അകത്ത് ആർക്കും പറ്റിയിട്ടുണ്ട്? സഫീറക്കും പറ്റിയിട്ടുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇനി അതല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഇന്റലിജന്റ് ആണ്. എന്നാലും ഞാൻ പറയാതെ നേരത്തെ ഇങ്ങനെ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞില്ല, അത് ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞപ്പോ
സനിലിന്റെ കണ്ടില്ല. ഓക്കെ 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 ഒന്നുകൂടി ഈസ് ബാഡ് എന്നാണോ സാർ? ഈസ് ബാഡ് എന്നാണോ? ഈസ് ബാഡ് അവിടെ അല്ല. യെസ്. അപ്പൊ ആ ഒരു സംഗതിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതെല്ലാവരും ഉണ്ടാക്കുന്ന മിസ്റ്റേക്കാണ്. അപ്പൊ അത് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ റിലേറ്റീവ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം. ഓക്കെ, പേടിക്കേണ്ട. ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനേ നിങ്ങളത് ശരിയാക്കുമെങ്കിൽ ആ സാധനം വിട്ടിട്ട് വേറെ ഏതെങ്കിലും നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വിചാരിച്ചത്. അപ്പൊ രണ്ടുപേരിലും ആ സംഗതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ സരില, ഓക്കെ സഫീറ, അറ്റംപ്റ്റ് ഈസ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ കണ്ടീഷണൽ സെന്റൻസിൽ ഇഫ് ക്ലോസ് വെച്ചിട്ടുള്ള ഇത് മൂന്നെണ്ണം ഉണ്ടാവും. വർക്ക് ഹാർഡ്, ഫുഡ് ഹാഡ് വർക്ക്ഡ്. അതെയോ? ഓക്കെ, അതൊന്ന് ക്യാപ്സ്യൂൾ പോലെ ഓർത്തിരിക്കും. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ എല്ലാത്തിന്റെയും ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ സി എന്നും രണ്ടാമത്തെ ലെറ്റർ ആർ, റെഡ് എന്നുള്ളതിന്റെ CR ആരംഭിക്കുന്ന ഉത്തരമായിരിക്കണം നിങ്ങൾ പറയേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഈസ് സി, നെക്സ്റ്റ് ലെറ്റർ ഈസ് ആർ, CR. ഓക്കെ, പിടികിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. C and R. ഓക്കെ, ചോദ്യം ഇതാണ്. നേരത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ദ വെജിറ്റബിൾസ് വിച്ച് ആണ് വരുന്നത്? വെജിറ്റബിൾസ് വിച്ച് ബ്രോട്ട് ബൈ ഹസ്ബൻഡ് യെസ്റ്റർഡേ. ഇപ്പൊ കറക്റ്റ്. യെസ്, അതാണ് റിലേറ്റീവ് പ്രോനൗണിന്റെ പ്രത്യേകത. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആണ് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ചോദ്യം ഇതാണ്. എ break or fracture, a break or fracture often seen in a glass. A break, വേറെ വാക്കുകൂടി ഉണ്ട്. ജസ്റ്റ് ഞാൻ പരിഗണിക്കാം. വേറെ വാക്കുകൾ കറക്റ്റ്, വേറൊരു വാക്കുണ്ട്. ഒരു ഓക്കെ 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 ക്രാക്ക് ആണ്. ക്രാക്ക്. ജസ്റ്റ് ഓക്കെ 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 ക്രാക്ക്. ജസ്റ്റ് സഫീറ, സനില. ഓക്കെ, ദാറ്റ് നെയിം ഈസ് ക്രാക്ക്. പൊട്ടൽ എന്നുള്ള വീട് നിങ്ങൾ പിടിച്ചു, ക്രാക്ക് എന്ന് പറയുന്ന വീട് പിടിച്ചു. അടുത്തത് കൊളൈഡ്, COLLIDE, collide violently with an obstacle or another vehicle. Yes, just the correct answer ആണ്. ഇതാണ് ക്രാഷ്. ജസ്റ്റ് സനില, സഫീറ, ജസ്റ്റ് സനില ആൻഡ് സഫീറ, ഇത് കറക്റ്റ് ആൻസർ ആണ്. ഇതാണ് ക്രാഷ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് എ പസിൽ, PUZZLE, a puzzle where you fill in words based on clues. A puzzle where you fill in words, WORDS, based on clue, CLUES, clues.
based on clues. Yes, നിങ്ങൾ കണ്ടു കാണാം. നമ്മൾ ഈ പദപ്രശ്നം എന്ന് പറഞ്ഞത് കാണില്ലേ, കോളങ്ങള് അടികൊണ്ട് കുറുകയൊക്കെ ചെയ്യുന്നത്, അതിന്റെ പേരുണ്ട് ഇംഗ്ലീഷിൽ. ആ വാക്യം തന്നെ പറയാം, പദപ്രശ്നം എന്നുള്ളതിൽ നിന്ന് നമുക്ക് എടുക്കാം അതിന് പേര്, ഇംഗ്ലീഷ് പേര്. യെസ്, അപ്പോ ഇതാർക്കും അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ക്ലൂ കൊണ്ടുവരുന്നത്, അതിന്റെ അത് ലാസ്റ്റ് വേർഡ് WORD വേർഡ് തൊട്ട് കൊണ്ടൊരു വാക്കുണ്ട്. ലാസ്റ്റ് വേർഡ് എന്നാണ്. ഓക്കെ സഫീറ, യു ആർ റൈറ്റ്. ക്രോസ് വേർഡ് ആണ്, ക്രോസ് വേർഡ്. യെസ്, യു ആർ റൈറ്റ്. ഓക്കെ, അപ്പൊ അതിനകത്ത് സഫീറക്ക് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. യെസ്, അടുത്തത് a spread, SPREAD, a spread on bread that is soft and a spread on bread that is soft and made from milk, A spread on bread that is soft and made from milk. Just the answer is the Just never the answer. Okay, yes, sir. It's a correct answer. Okay, yeah, yes. Okay, but just Safira. Okay. Great. It's a correct answer. Very good. Another. The name of a small C, SEAC, correct. The name of a small sea creature, CREATURE, creature that is usually found on beaches. That is usually found on beach. The name of a small sea creature that is usually found. Okay, Sanila. It's correct answer. Sanila, Jesna, Safira. Yes. Very good. Yes, that is called crab. CRAB, crab. It's a correct answer. അടുത്തൊരു സിറ്റുവേഷൻ ആണ് പറയുന്നത്. ആ സിറ്റുവേഷൻ ഇംഗ്ലീഷിൽ പറയുന്ന പേര് നമ്മൾ പറഞ്ഞാൽ മതി. When you really want to eat something. When you really want to eat something. Just now, okay? Safira, okay? Just and Safira. It's a correct answer. Sanila, okay. CRABE and crab. CRA with crab. Yes, CRABE, crab. Yes. And the word is simple. A sports game. Yes, game. Played with a bat and ball. Yes. Safira, Sanila. And just the answer is cricket. Yes. Okay. ഏതാണ്ട് 3 പേര് ഒരേപോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. Very good. The sports game played with the bat and ball. Cricket. അടുത്തത് A thin, THIN, thin
crispy biscuit. A thin, crispy biscuit. A thin, crispy biscuit. A പേരിൽ തന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്രഞ്ചി അല്ല. ഓക്കെ സഫീറ, കറക്റ്റ് ആൻസർ. ക്രാക്കർ ആണ്, CRACKER, ക്രാക്കർ. ഓക്കെ സഫീറ, യു ആർ റൈറ്റ്. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത് കളർഫുൾ, ഡ്രോയിങ്, വാക്സ്, WAX, കളർഫുൾ. ഓക്കെ ജസ്ന, സ്റ്റിക്സ്, ജസ്ന, സഫീറ, സനിത. യെസ്, കറക്റ്റ് ആണ്. ക്രയോൺസ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത് എ പേഴ്സൺ who does arts, ARTS, a person who does arts projects, a person who does arts projects. ക്രിയേറ്റീവ് അല്ല, വേറൊരു വേർഡാണ്. ആരും കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് അങ്ങ് മാർക്ക് തരാം. ഓക്കെ ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ വന്നു പോയി. ക്രാഫ്റ്റ്, CRAFT, ക്രാഫ്റ്റ്. ഓക്കെ സഫീറ, യു ആർ റൈറ്റ്. ക്രാഫ്റ്റ് കറക്റ്റ് ആൻസർ. ഓക്കെ ഓക്കെ, ക്രാഫ്റ്റ് ആണ്. യെസ്, ക്രിയേറ്റിവിറ്റി ആണെന്ന് സമ്മതിച്ചു, പക്ഷെ അതിന് പറയുന്ന പേര് ക്രാഫ്റ്റ്. ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷയൊക്കെ തന്നെയുണ്ട്. ക്ലേ മോഡലിംഗ്, ക്രാഫ്റ്റ്. അടുത്തത് 10 million also called dash. Okay, yes sir, correct. Pro. Yes. അടുത്തത് സനില ആൻഡ് സഫീറ. യെസ്, കറക്റ്റ് ആണ്. അടുത്തത് painful, involuntary contraction. Painful, involuntary contraction of a muscle or muscles. Of a muscle or muscles. Safira, you are right. Cramp, Jessica. Okay, Safira and Jessica. Correct answer ആണ് പറഞ്ഞത്. The answer is cramp, CRAMP, cramp. Okay, 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 okay. Correct answer. അടുത്ത ആൻസറുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ R എന്നും രണ്ടാമത്തെ ലെറ്റർ U എന്നുമാണ്. R and U, കേട്ടോ. ആ രീതിയിൽ വേണം നിങ്ങൾ അതിന്റെ ആൻസർ പറയാൻ വേണ്ടിയിട്ട്. R and U, ശ്രദ്ധിച്ചേക്കാം. An elastic substance made from sap, SAP. Okay, just a correct answer. Just a Safira. Yes, Sanila. Just a Safira and Sanila. ഇതെന്ത് പറ്റി? ഈ 3 പേരല്ലേ ഉള്ളൂ, ബാക്കിയാരെയും കാണുന്നില്ലല്ലോ. യെസ്. അടുത്തത് എ റെഡ് ജെം സ്റ്റോൺ. എ റെഡ് ജെം സ്റ്റോൺ, STONE, സ്റ്റോൺ. ഓക്കെ ജസ്റ്റ്
Jasna, Safira, and വേറെ എനിക്കുള്ളൂ. ഓക്കെ 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 ശരിയില്ല. ഓക്കെ ഓക്കെ അതിനിപ്പോ വന്നിട്ടുണ്ടാവില്ലായിരിക്കും വേറെ ഏതെങ്കിലും കേട്ടോ. അത് നോക്കാം, അടുത്ത ചോദ്യം വരെ നമുക്ക് നോക്കട്ടെ. The waste material to be thrown away. The waste material to be thrown away. ആറ് തുടങ്ങുന്ന ഒരു വാക്കുണ്ട്. ചില ആളുകൾ പറയുമ്പോൾ നമ്മൾ ഓക്കെ 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 ശരിയില്ല. ഒന്നുകൂടി ഇത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ ജസ്റ്റ് ഓക്കെ 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 3 പേർ കൂടി തരാം. ഓക്കെ 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 3 പേർക്ക് റബ്ബിഷ് ആണ് കേട്ടോ. റബ്ബ് എന്നുള്ളതല്ല, റബ്ബിഷ് അഡ്ജക്റ്റീവ് വാക്ക്. ഓക്കെ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അടുത്തത് another word for damage or spoil. Another word for damage or spoil. ഓക്കെ സനില ഇസ് എ കറക്റ്റ് ആൻസർ. റൂയിൻ ആണ്. റൂയിൻ കേട്ടോ. റൂയിൻ നശിക്കുക എന്നുള്ളതാണ് സനില. ഓക്കെ ഓക്കെ സനില ആൻഡ് സഫീറ അല്ലേ? സനില ആൻഡ് സഫീർ. റൂയിൻ RUIN റൂയിൻ. അടുത്തത് a strong STRONG a strong alcoholic drink. A strong alcoholic drink. Okay Jessica, Sanila correct ആണ്. Okay Safira, 3 പേരുടെയും correct ആണ്. That is what is called rum. RUM. Yes, correct. അടുത്തത് information that is spread to a lot of people but may not be true. Yes. Okay Sanila, Jasna, Safira. Correct answer. That is what is called a rumor. And the parana a rumor. Yes. Correct answer. In addition, a card game, CARD, a card game, players try to form very good. Okay. Try to form set of sequences of cards. The answer is rummy. So okay, it's the correct answer. Rummy. Yes, very good. Yes. To jog, jogi enale. To jog really fast. Yes. 3 പേരുടെയും correct ആണ്. That is what is called running. അതിനെ പറയുന്ന പേരാണ് running. Okay. Yes, to jog fast. അടുത്തത് the unit of money in India. The unit of money in India. Yes. Okay. 3 പേർക്കും പറഞ്ഞിരിക്കുന്നു rupee. Rupee is the correct answer. Very good. Rupees. Very good. അടുത്തത് a road, ROAD, road where planes take off. A road where planes take off. Sanila, Safira, Jasna. It's a correct answer. That is what is called a runway. It's a correct answer. Very good. அடுத்தது another word for law, LAW. Another word for law. Yes, Jasna, Safira, and Everola. Yes, ruler, RULE, rule. It's a correct answer.
അടുത്തത് a strip, STRIP, a strip of wood, WOOD, wood or metal used for measuring. A strip of metal or wood used for measuring. A strip of okay, Sanila, correct answer. Just now. And Safira, good. Yes. Ruler. Yes. Other. A hard, dry biscuit. A hard, hard, dry biscuit. Gold, are you, Safira? A hard, dry biscuit. A hard, dry biscuit. Okay, Safira, Sanila, just now. It's a correct answer. Okay. A reddish brown substance. A reddish brown substance that forms on iron or steel. That forms, FORMS, that forms on iron or steel. A reddish brown substance that forms on iron or steel. Okay, Safira, it's the correct answer. Safira, just now. Okay. Rust and RUST. Okay. Okay. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ നിങ്ങളുടെ 3 പേരുടെ പ്രകടനം സൂപ്പർ ആയിരുന്നു. ഞാൻ എന്നെ പറയണം. Okay. Yes. അപ്പോൾ സനിലയ്ക്ക് 19 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ജസ്റ്റയ്ക്ക് 22 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി സഫീറക്ക് 26 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 3 പേരാണ് സജീവമായിട്ടുണ്ടായിരുന്നത്, വേറെ ആരും ഉണ്ടായിരുന്നില്ല. 3 പേർക്കും നന്ദി പറയുന്നു. സോ നമുക്ക് ഇനി അടുത്ത റിലേറ്റീവ് പ്രോബ്ലമുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. Thank you, sir. Okay.